അൽഹംദുലില്ലാ. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ളത് മുഹറം മാസം ഇന്ന് പിറ കണ്ടാൽ 1-ാം രാവാണ് അല്ലേ. ഈ ഒരു മാസം ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മജ്ലിസിൽ വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി നിങ്ങളും ഒപ്പമായിട്ട് തനിച്ചിരുന്നു കൊണ്ട് ഈ ഓരോ ദിക്റ് ചൊല്ലുക. മനസ്സിലെ വിഷമങ്ങൾ ടെൻഷനൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് ഫലം കിട്ടും, ഉറപ്പാണ്. ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലുക, ഇഖ്ലാസോട് കൂടിയിട്ട് ചൊല്ലുക, നിയത്താക്കിയിട്ട് ചൊല്ലുക. അതായത് എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന വിഷമമുണ്ട്, ഇന്നാലിന്നൊരു കാര്യമുണ്ട്, ഇന്നാലിന്നൊരു വിഷമം കൊണ്ട് വല്ലാത്ത ടെൻഷനിലാണ് ഞാൻ, എൻ്റെ കാര്യം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിയത്താക്കി ചൊല്ലുന്നു എന്ന മനസ്സോടുകൂടി ഒന്ന് ചൊല്ലി നോക്കി. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് ഫലം അള്ളാഹു കാണിച്ചു തരും, ഉറപ്പാണ്. അപ്പൊ ഇൻഷാ അള്ളാ നമ്മൾ ഇപ്പോൾ ഉള്ളത് നാഗൂരിൽ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഏർവാടിയിൽ കൊടുക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു, റാഹത്തായി. അവിടെ ഇടാൻ തന്നിട്ടുള്ള പൈസ ഉണ്ടായിരുന്നു പള്ളിയിൽ, അതൊക്കെ ഇട്ടു, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും അവിടുത്തെ സുഖമില്ലാത്തവർക്ക് ഭക്ഷണം നെയ്യത്താക്കി തന്നവരുണ്ടായിരുന്നു പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആരൊക്കെ എന്തൊക്കെ മനസ്സിലുള്ള ടെൻഷൻ വെച്ചിട്ടാണ്, പ്രയാസം മാറാനാണ് അത് നീയത്താക്കിയത്, അതിനുള്ള പരിഹാരം അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് ഇപ്പോൾ ഉള്ളത് നാഗൂരാണ്. നമ്മൾ ഇന്നലെ പുലർച്ചെ ഇങ്ങോട്ട് പോന്നു, ഇവിടെ എത്തി, കുഴപ്പമൊന്നുമില്ല, റാഹത്താണ്. ഇനി ഇവിടുത്തെ വെള്ളി രൂപങ്ങള്, പ്രാവിന് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹം നിറവേറാൻ ഒരുപാട് പേര് തന്നത് എന്താണെന്നറിയുന്നടാ, പ്രാവിന് ഭക്ഷണം കൊടുക്കാനാണ്. അത് 50 രൂപ ഉണ്ട്, 100 രൂപ ഉണ്ട്, 2-3-4 പാക്കറ്റ്, ഓരോരുത്തർ 3 പാക്കറ്റ് 5 പാക്കറ്റ് എന്നൊക്കെ നീയത്താക്കിയിട്ടാണ് പൈസ അയച്ചു തന്നിട്ടുള്ളത്. അതൊക്കെ അവിടെ കൊടുക്കും. കഴിയുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഇൻഷാ അള്ളാ. അതുപോലെ തന്നെ നമ്മളെ അസുഖങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ, നമ്മുടെ തലവേദനക്ക് തല, വെള്ളിത്തല, വെള്ളിന്റെ കാല്, കൈ, വയറ്, ഗർഭപാത്രത്തിലുള്ള മുഴക്ക് വെള്ളിമുഴ, ഇതുപോലെയുള്ള നേർച്ചകളാണ് നാഗൂര് പള്ളിയിലുള്ളത്. ഒരുപാടുണ്ട് വെള്ളിന്റെ രൂപങ്ങൾ വാങ്ങിക്കൊടുക്കാൻ. അതൊക്കെ നമ്മൾ എഴുതി എടുത്തിട്ടാണ് പോകുന്നത്, അതൊക്കെ അവിടെ വാങ്ങിക്കൊടുക്കും ഇൻഷാ അള്ളാ. അതുപോലെ തന്നെ നാഗൂരിൽ ഇവിടെ ഭക്ഷണം കൊടുക്കാനുമുണ്ട്. നമുക്ക് ഇന്ന് ഉച്ചക്കാണ് കൊടുക്കുന്നത്, ഇന്ന് രാത്രിയും കൊടുക്കും. നാളെ വൈകിട്ട് നമ്മൾ ഇവിടുന്ന് ഇൻഷാ അള്ളാ നാട്ടിലേക്ക് പോട്ടോ. അതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും നേർച്ചകൾ ഇവിടേക്ക് വന്ന് കൊടുക്കാൻ പറ്റാത്തവരാണ് എങ്കിൽ ഈ കാണുന്ന വാട്സപ്പിലൂടെ ആയിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. ഇവിടെയും ഓരോ കാര്യത്തിന് നിയ്യത്താക്കി ഭക്ഷണം കൊടുത്താൽ ഫലം കിട്ടുന്നുണ്ട്. ഒരുപാട് പാവപ്പെട്ടവരുണ്ട് ഇവിടെ പള്ളിന്റെ പരിസരത്തായിട്ട്. കിടന്നിറങ്ങുന്ന ഒരു തുണി വിരിച്ചിട്ട് അതിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഇവിടെ എത്തിയ സമയത്ത്, നമ്മൾ സുബഹിയൊക്കെ കഴിഞ്ഞേരെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആ ഒരു സമയത്ത് ഒരുപാട് പേരുണ്ട്, അവർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അള്ളാഹു അത് തട്ടിക്കളയില്ല, അതിന്റെ പ്രതിഫലം നമുക്ക് അള്ളാഹു കാണിച്ചു തരും, അത് ഉറപ്പാണ്. അപ്പൊ എന്തെങ്കിലും നേർച്ചകൾ ഉണ്ട് എങ്കിൽ വാട്സപ്പിലൂടെ പറഞ്ഞോളൂ. അതുപോലെ തന്നെ പട്ടുകളുണ്ട് ഇവിടെ നേർച്ചയാക്കി കൊടുക്കാൻ കേട്ടോ. ചുവന്ന പട്ട്, പച്ചപ്പട്ട്, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരാനും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ മാറാനൊക്കെ നമുക്ക് നിയ്യത്താക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരു 5-6 പേര് പട്ട്, ചുവന്ന പട്ടിനൊക്കെ പൈസ അയച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാ അതൊക്കെ ഒന്ന് കൊടുക്കണം. അപ്പൊ എന്തെങ്കിലും നേർച്ചകളൊക്കെ ഉണ്ട് എങ്കിൽ നാളെ വൈകുന്നേരത്തിന്റെ മുന്നേ ആയിട്ട് തന്നെ വാട്സപ്പിലൂടെ ആയിട്ട് മെസ്സേജ് അയക്കുക. പിന്നെ നമ്മൾ നാളെ ഇവിടുന്ന് പോവും, പിന്നീട് ആരും ഇതിലേക്ക് പൈസ അയക്കരുത് കേട്ടോ. അപ്പൊ ഇൻഷാ അള്ളാ നമ്മൾ ഇന്ന് ദിക്ർ മജ്ലിസിലേക്ക് പ്രവേശിക്കാണ്. ആത്മാർത്ഥതയോടുകൂടി മനസ്സിലെ മറ്റുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി മുഹറം മാസത്തിൽ ചൊല്ലുന്ന ദിക്റാണ് എന്ന മനസ്സോടുകൂടി, എൻ്റെ മനസ്സിലെ ടെൻഷൻ അള്ളാഹു മാറ്റിത്തരും എന്ന മനസ്സോടുകൂടി നിയ്യത്താക്കി ചൊല്ലാൻ ഒരുങ്ങിക്കോളി ഇൻഷാ അള്ളാ. ഇലാ ഹളറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم
غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. يا رحمن يا رحيم جل جلاله 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 سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 അല്ലാഹുമ്മ സല്ലി അലന്നൂരി വഅഹ്ലിഹി. 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 റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഈ ചൊല്ലിയിട്ടുള്ള ദിക്റുകളെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തളം കെട്ടി കിടക്കുന്ന വിഷമങ്ങൾ നീ മാറ്റി തരണേ അല്ലാ. സാമ്പത്തികമായിട്ട് ഒരുപാട് വിഷമത്തിലാണ് റഹ്മാനെ. ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടാനുള്ള വഴി ഞങ്ങൾക്ക് നീ തുറന്നു നൽകു റഹ്മാനെ. നീ വിചാരിച്ചാൽ പറ്റാത്ത ഒന്നുമില്ലല്ലോ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മനസ്സിൽ തളം കെട്ടി കിടക്കുന്ന വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ സമാധാനം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. എടങ്ങേറിൽ നിന്നും കാവൽ നൽകണേ അല്ലാ. ആപത്ത് മുസീബത്തിൽ നിന്നും രക്ഷ നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് ആർക്കെങ്കിലും സിഹിറോ കണ്ണേറോ തട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നീ കരിയിച്ചു കളയണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളിൽ കൂടുതൽ പേരും കടം കൊണ്ട് ടെൻഷനിലാണ് റഹ്മാനെ. കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ തുറന്ന് നൽകു റഹ്മാനെ. റബ്ബേ, എളുപ്പമാർഗം നീ തുറന്നു നൽകല്ല. ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റഹ്മാനെ. ഞങ്ങൾ ഇവിടേക്ക് നേർച്ച കൊടുക്കാൻ വന്നതാണല്ല. റബ്ബേ, ഞങ്ങൾ നേർച്ചനെ നീ സ്വീകരിക്കണേ നാഥാ. നാഗൂര് പള്ളിയിൽ റഹ്മാനെ, ഞങ്ങൾ കൊടുക്കുന്ന നേർച്ചകൾക്ക് നീ ഫലം കാണിച്ചു തരണേ അല്ല. റബ്ബേ, ഏർവാടിയിൽ ഞങ്ങൾ ഒരുപാട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് റഹ്മാനെ. ഇതിന്റെയൊക്കെ മിഥില സവാബ് ഇന്ന് ദുനിയാവെന്നും നാളെ ആഖിറത്തെന്നും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി നീ മാറ്റി തരണേ അല്ല. ആരൊക്കെയാണ് നെയ്യത്താക്കിയിട്ട് ഭക്ഷണമായിട്ടും എന്തെങ്കിലും ആവശ്യത്തിന് നേർച്ചകളായിട്ടും തന്നിട്ടുള്ളത്, അതിന് അർഹമായിട്ടുള്ള പ്രതിഫലം അവർക്ക് നീ കാണിച്ചു നൽകു റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ റാഹത്ത് കൊടുക്ക് റഹ്മാനെ. സമ്പത്തിൽ ഉയർച്ച നൽകു റഹ്മാനെ. കടങ്ങൾ വീട്ടിക്കൊടുക്കല്ല. ഭർത്താവുമായിട്ടുള്ള പ്രയാസത്തിലുള്ള ഒരുപാട് സഹോദരിമാര് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഭക്ഷണം കൊടുക്കാൻ നിയ്യത്താക്കി തന്നവരുണ്ട് റഹ്മാനെ. അവരുടെ മനസ്സിന് നീ സമാധാനം സന്തോഷവും നൽകു റഹ്മാനെ. റബ്ബേ, കുടുംബത്തോടൊപ്പം റാഹത്തായി സന്തോഷമായി ജീവിക്കാൻ അവർക്ക് നീ തൗഫീഖേകല്ല. അവർക്ക് നീ തൗഫീഖേകല്ല. അവരുടെ കണ്ണുനീരിന് നീ സന്തോഷം നൽകു റഹ്മാനെ. റബ്ബേ, മോന് ജയിലിലാണെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഉമ്മയുണ്ട്. റബ്ബേ, ആ ഉമ്മാന്റെ മനസ്സിന് നീ സന്തോഷം നൽകു റഹ്മാനെ. എത്രയും പെട്ടെന്ന് ആ മോന് ജയിൽ മോചിതനാവാൻ നീ തൗഫീഖ് ചെയ്യല്ല. നീ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ലല്ലോ റഹ്മാനെ. റബ്ബേ, ഇതുപോലെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവരുടെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങള് ആഗ്രഹങ്ങള് നീ നിറവേറ്റി കൊടുക്കല്ല. അവരുടെ ജീവിതത്തിൽ സമാധാനം സന്തോഷം നൽകു റഹ്മാനെ. റബ്ബേ, ഈ നാഗൂര് പള്ളിയിൽ ആരൊക്കെയാണ് നെയ്യത്താക്കിയിട്ട് ഭക്ഷണം കൊടുക്കാൻ നെയ്യത്താക്കിയിട്ടുള്ളത്, അവരുടെ ജീവിതത്തിൽ ഉന്നത ഉയർച്ച കൊടുക്ക് റഹ്മാനെ. സാമ്പത്തികമായിട്ട് ഉയർച്ച നൽകു റഹ്മാനെ. എടങ്ങേറിൽ നിന്ന് രക്ഷ നൽകു റഹ്മാനെ.
ജീവിതത്തിൽ സമാധാനം നൽകല്ല. മക്കളെ കാര്യത്തിൽ ടെൻഷൻ ഉള്ളവരുണ്ട്, ടെൻഷൻ മാറ്റി സന്തോഷം നൽകി റഹ്മാനെ. അവരുടെ നേർച്ചയ്ക്ക് നീ ഫലം നൽകി റഹ്മാനെ. വെള്ളി രൂപങ്ങൾ, അവയവങ്ങൾ, അസുഖത്തിനെ പറ്റിയിട്ട് നേർച്ചയാക്കിയവരുണ്ട് റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകല്ല. പ്രാവിന് ഭക്ഷണം കൊടുക്കാൻ നീയത്താക്കി തന്നവരുണ്ടല്ല, അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി റഹ്മാനെ. നേർച്ച പൈസ തന്നവരുണ്ടല്ല, അതിനും അർഹമായിട്ടുള്ള പ്രതിഫലം നൽകല്ല. അവരുടെ ജീവിതത്തിൽ സമാധാനം സന്തോഷവും നൽകി റഹ്മാനെ. ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കല്ല. ഞങ്ങളുടെ ദുആനെ നീ തട്ടിക്കളയല്ലേ അല്ല. ഞങ്ങളെ ഇഷ്ക് മദീന എന്ന മജ്ലിസിനെ നീ സ്വീകരിക്കല്ല. ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കല്ല. ഞങ്ങളെ ദുആക്ക് ഫലം കാണിച്ചു കൊണ്ട് റഹ്മാനെ ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കല്ല. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ ആർക്കെങ്കിലും നേർച്ചകൾ ഉണ്ട് എങ്കിൽ ഭക്ഷണം കൊടുക്കാനോ വെള്ളി രൂപങ്ങളോ ഇവിടെ പൈസ ഇടാനോ പട്ട് കൊടുക്കാനോ പ്രാവിന് ഭക്ഷണം കൊടുക്കാനോ ഒക്കെ നീയത്തുള്ളവർ എത്രയും പെട്ടെന്ന് കാണുന്ന വാട്സപ്പിലൂടെ ആയിട്ട് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.